Today I will be dealing with a topic which is called as leadership in nursing. There are lots of questions being asked these days from leadership of nursing, and I think it is very important to have a video on leadership of nursing because it is quite very important. So initially I'll be dealing with some of the main topics which is in leadership of nursing. One is mission and the vision. So you would have seen mostly mission and vision being advertised in the dashboards of hospital. സോ മിക്കവാറും നമ്മൾ ഹോസ്പിറ്റൽ ഡാഷ്ബോർഡ്സ് ഒക്കെ നോക്കുമ്പോൾ അവർ അഡ്വർടൈസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ മോസ്റ്റ്ലി ചിലപ്പോൾ അത് റിട്ടേൺ ആയിരിക്കാം അല്ലെങ്കിൽ ഈവൻ അവരുടെ അവിടുത്തെ ടി വികളിലൊക്കെ ഇങ്ങനെ കാണിക്കുന്ന ഒന്നായിരിക്കാം മിഷൻ ആൻഡ് വിഷൻ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് മിഷൻ ആൻഡ് വിഷൻ? ഇറ്റ് ഈസ് മെയിൻലി ദ സ്കെലറ്റൽ സിസ്റ്റം ഓഫ് എ ഹോസ്പിറ്റൽ. സോ ആ ഹോസ്പിറ്റലിൻ്റെ ഒരു സ്കെലറ്റൽ സിസ്റ്റം തന്നെയാണ് മിഷൻ ആൻഡ് വിഷൻ എന്ന് പറയുന്നത്. സോ വി വിൽ ഡീൽ ഇൻ ഡീറ്റെയിൽ വാട്ട് ഈസ് മിഷൻ ആൻഡ് വാട്ട് ഈസ് വിഷൻ. സോ മിഷൻ മീൻസ് ഇറ്റ് ഫോക്കസസ് ഓൺ today what the organization does. So ഇന്ന് എന്താണ് ഓർഗനൈസേഷൻ ചെയ്യുന്നത്? So that is what is called as the mission of the hospital. So what the organization focusing on today. So എന്താണ് ഇപ്പോൾ ഓർഗനൈസേഷൻ ഫോക്കസ് ചെയ്യുന്നത്? സോ അതാണ് മിഷൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർ ഹോസ്പിറ്റൽ പ്രൊവൈഡ്സ് ഇൻ്റഗ്രേറ്റഡ് ഹൈ ക്വാളിറ്റി കെയർ. ഞങ്ങളുടെ ഹോസ്പിറ്റൽ ഇൻ്റഗ്രേറ്റഡ് ഹൈ ക്വാളിറ്റി കെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് അവർ പറയുവാണെങ്കിൽ ദാറ്റ് ഈസ് എ മിഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. ഞങ്ങൾ ഹൈ ക്വാളിറ്റി കെയർ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നു. സോ വാട്ട് ഈസ് ദാറ്റ് ഈസ് ഹാപ്പനിങ് നൗ ഓർ ടുഡേ ഇൻ ദ ഹോസ്പിറ്റൽ. സോ വാട്ട് ഈസ് വിഷൻ? വിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഫോക്കസസ് ഓൺ ടുമോറോ, നാളെ. What the organizations want to become or what they want to achieve in the near future. സോ നിയർ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഭാവിയിൽ എന്താകണം, ഏത് ലെവലിലേക്ക് ആ ഹോസ്പിറ്റൽ ഉയരണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു പാർട്ടാണ് വിഷൻ എന്ന് പറയുന്നത്. സോ വിഷൻ ഇറ്റ് ഫോക്കസസ് ഓൺ ടുമോറോ ഓർ വാട്ട് ദ ഓർഗനൈസേഷൻസ് വാണ്ട്സ് ടു ബിക്കം ഇൻ ദ നിയർ ഫ്യൂച്ചർ. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ അവർ ഹോസ്പിറ്റൽ ഈസ് ടു ക്രിയേറ്റ് ഹോളിസ്റ്റിക് കെയർ അവൈലബിൾ ടു ഓൾ ദ പേഷ്യൻസ്. സോ ഹോളിസ്റ്റിക് കെയർ എല്ലാ പേഷ്യൻസിനും അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ വിഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് എ ഫ്യൂച്ചർ പ്ലാൻ ഓഫ് ദ ഹോസ്പിറ്റൽ. സോ അതാണ് മിഷൻ. സോ മിഷനും വിഷനും ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ മിഷൻ എന്ന് പറയുന്നത് വാട്ട് ഇറ്റ് ഫോക്കസസ് ടുഡേ, അതേസമയം വിഷൻ എന്ന് പറയുന്നത് വാട്ട് ഇറ്റ് ഫോക്കസസ് ഇൻ ദ നിയർ ഫ്യൂച്ചർ അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഭാവിയിൽ എന്തായി തീരണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റാണ് വിഷൻ എന്ന് പറയുന്നത്. So next we will be dealing with levels of communication. നമ്മുടെ ഹോസ്പിറ്റൽസിലെല്ലാം തന്നെ ലെവൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. സോ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? വൺ ഇസ് അപ്വേർഡ്, ദെൻ സെക്കൻഡ് ഇസ് ഡൗൺവേർഡ്, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ, ഡയഗണൽ കമ്മ്യൂണിക്കേഷൻസ്. ഇതാണ് 4 types of different types of communication അല്ലെങ്കിൽ ലെവൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ അപ്വേർഡ്, ഡൗൺവേർഡ്, ഹൊറിസോണ്ടൽ ആൻഡ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. സോ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു വേർഡ് കൊണ്ട് തന്നെ മനസ്സിലാക്കാം അല്ലേ, അതായത് മേളത്തെ നിലവാരത്തിലുള്ള അല്ലെങ്കിൽ വി ആർ കമ്മ്യൂണിക്കേറ്റിംഗ് ടു സമ്മൺ ഹു ഈസ് ഇൻ എ അപ്പർ ലെവൽ. സോ ലോവർ ലെവൽ ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് ടു എൻ അപ്പർ ലെവൽ പേഴ്സൺ. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ സ്റ്റാഫ് നേഴ്സ് ഒരു നഴ്സിംഗ് സൂപ്പർവൈസറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് നേഴ്സ് മാനേജറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. സോ ലോവർ ലെവലിലുള്ള ഒരാൾ അപ്പർ ലെവലിലുള്ള ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒന്നാണ് അപ്വേർഡ് എന്ന് പറയുന്നത്. സോ അത് ആ ഒരു അപ്വേർഡ് ആരോ ഓർത്താൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ, മേളത്തെ ആളുമായിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ. സോ ഡൗൺവേർഡ് ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഡൗൺവേർഡ് ലെവൽ എന്ന് പറയുമ്പോൾ ദർ ഇസ് എ ഹൈ ചാൻസ് ടു ബി മിസ്റ്റേക്കൺ. സോ നമ്മൾ വിചാരിക്കും മേളിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ മീൻസ് നമ്മുടെ ഇപ്പോൾ ഒരു സ്റ്റാഫ് നേഴ്സ് ഒരു RN ഒരു PN കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് ഒരു ലേബർ അല്ലെങ്കിൽ ഒരു ക്ലീനർ അല്ലെങ്കിൽ ഒരു പോർട്ടറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. ബട്ട് ഇറ്റ് ഈസ് ഓഫ് കോഴ്സ് നോട്ട് ദാറ്റ്. So when a nurse manager or a nurse supervisor disseminates an important information to the staff nurseന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മേളത്തെ ലെവലിലുള്ള അല്ലെങ്കിൽ നഴ്സിംഗ് സൂപ്പർവൈസറോ നഴ്സിംഗ് മാനേജറോ അല്ലെങ്കിൽ നഴ്സിംഗ് ഡയറക്ടറോ ഒക്കെ സ്റ്റാഫിന് ഒരു ഇൻഫർമേഷൻ ഡിസെമിനേറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഡൗൺവേർഡ് ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഈസ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, അപ്പം ആ ഒരു ഹൊറിസോണ്ടൽ എന്ന് പറയുന്ന വേർഡ് കൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെൽ ക്ലിയർ അല്ലേ, നമുക്കതെന്താണ്, ഇറ്റ് ഈസ് എ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ സെയിം ലെവൽ ഓഫ് എംപ്ലോയീസ് അല്ലെങ്കിൽ എമോങ് എംപ്ലോയീസ് ഓഫ് ദ സെയിം ലെവൽസ്, ഒരു സെയിം ആയിട്ടുള്ള ലെവലിലുള്ള എംപ്ലോയീസുമായിട്ട് അത് സ്റ്റാഫ് നേഴ്സ് വിത്ത് സ്റ്റാഫ് നേഴ്സ് അല്ലെങ്കിൽ നഴ്സിംഗ് സൂപ്പർവൈസർ വിത്ത് അനദർ നഴ്സിംഗ് സൂപ്പർവൈസർ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ നഴ്സ് മാനേജർ വിത്ത് അനദർ നഴ്സ് മാനേജർ. സോ സെയിം ലെവലിലുള്ള ആൾക്കാർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. So diagonal communication എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ക്രോസ് ഫങ്ഷണൽ
ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ, ഒരു ക്രോസ് ഫങ്ഷണൽ ട്രാൻസ്ഫർ ആണ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു ICU nurse is communicating with an OT nurse അല്ലേ, ഒരു ICU nurseും OT nurseും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ OT nurseും റിക്കവറി nurseും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ റിക്കവറി nurseും ഒരു സർജിക്കൽ വാർഡിലെ nurseും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. സോ ദീസ് ഓൾ ആർ കോൾഡ് ആസ് എ ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അതൊരു ക്രോസ് ഫങ്ഷണൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ 4 different levels of communication. So one is upward, the next is downward, the other is horizontal, and the last one is diagonal. So hope you have understood all these types, different levels of communications. So now we will be dealing with the next topic, which is called as leadership styles. So leadership styles എന്ന് പറയുന്നതും വെരി കോമൺലി ആസ്ക് ക്വസ്റ്റ്യൻസ് ആണ് leadership styles എന്ന് പറയുന്നത്. So what is leadership styles? There are different types of leadership styles. പക്ഷെ നമ്മൾ ഡീൽ ചെയ്യുന്നത് മെയിൻ ആയിട്ടുള്ള 4 leadership styles ആയിരിക്കും നമ്മൾ ഡീൽ ചെയ്യുന്നത്. So one is autocratic, the other is democratic, the next is laissez-faire, and the last is bureaucratic. So autocratic, democratic, laissez-faire and bureaucratic leadership styles. So autocratic എന്ന് വെച്ചാൽ എന്താണ്? So autocratic എന്ന് പറയുന്നത് a leader is the one controlling and deciding over all actions. എല്ലാ ആക്ഷൻസും കൺട്രോൾ ചെയ്യുന്നതും ഡിസൈഡ് ചെയ്യുന്നതും ഒരു ലീഡർ ആയിരിക്കും. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആസ് എൻ ഓട്ടോക്രാറ്റിക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു രീതി പറയുവാണെങ്കിൽ രാജഭരണം. അപ്പോൾ രാജഭരണം എന്ന് പറയുമ്പം ദ കിങ് ഈസ് ദ വൺ ഓവർ റൂളിങ് അല്ലേ, കിങ് ആണ് റൂൾ ചെയ്യുന്നത്. സോ ഹീ ഡെസിമിനേറ്റ്സ് ആൻ ഇൻഫർമേഷൻ ആൻഡ് എവ്രി വൺ ഒബേസ് ദാറ്റ്, അല്ലെങ്കിൽ ഹീ കമാൻഡ്സ് ആൻഡ് എവ്രി വൺ ഒബേസ് ദാറ്റ്. സോ ആ ഒരു രീതി തന്നെയാണ് ഓട്ടോക്രാറ്റിക്. ഇപ്പം നമ്മുടെ ഹോസ്പിറ്റൽ സിറ്റുവേഷനിൽ ഒരു എക്സാമ്പിൾ എടുത്താൽ കോഡ് അല്ലേ, ഒരു എമർജൻസി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കോഡ് അല്ലെങ്കിൽ ഒരു CPR കൊടുക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ ദർ ഇസ് എ ടീം ലീഡർ ഹു ഡിസൈഡ്സ് വാട്ട് ടു ബി ഡൺ ആൻഡ് വാട്ട് നോട്ട് ടു ബി ഡൺ. സോ അന്നേരം എല്ലാവരും കമ്മ്യൂണിക്കേഷൻസ് ഡെസിമിനേറ്റ് ചെയ്യത്തില്ല. യു കോൺസെൻട്രേറ്റ് on what the team leader says. ഇപ്പോൾ ടീം ലീഡർ പറയും ഓക്കെ വി വിൽ ഷോക്ക് ദ പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് ഒബേ ചെയ്ത് വി വിൽ ഷോക്ക് ദ പേഷ്യൻറ്റ്. സോ അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ, സോ നൗ വി വിൽ ഗിവ് 1 milligrams ഓഫ് എപ്പിനെഫ്രിൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്യുന്നു, അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ട്രീറ്റ്മെൻറ്റ് പറഞ്ഞാൽ അത് ചെയ്യുന്നു. സോ ദേ മെയിൻലി ഡിപ്പെൻഡ് ഓൺ ദ ലീഡർ ഓഫ് ദ ടീം. ആ ലീഡറിനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് എൻ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്. So next is democratic. Democratic എന്ന് വെച്ചാൽ എന്താണ്? The leader considers the decisions from the junior staffs, അല്ലെങ്കിൽ ജൂനിയേഴ്സിൻ്റെയും കൂടെ ഒപ്പീനിയൻ ബിഫോർ എ ഡിസിഷൻ മേക്കിംഗ്. ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നതിന് മുന്നേ ജൂനിയേഴ്സിൻ്റെയും കൂടെ ഒപ്പീനിയനെ കൺസിഡർ ചെയ്യുന്നതാണ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യമൊക്കെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഭരണമാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. So that is what is called as a democratic. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ a nurse manager before getting into a decision അല്ലെങ്കിൽ before getting into ഒരു പോളിസി അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഷീ ഈസ് ആസ്കിങ് ദ ഒപ്പീനിയൻ ഫ്രം ഡിഫറെൻറ്റ് സ്റ്റാഫ് മെമ്പേഴ്സിൽ നിന്നുള്ള ഒപ്പീനിയനും കൂടി എടുത്തിട്ട് ഷീ ഈസ് മേക്കിംഗ് അപ്പ് എ പോളിസി. ദാറ്റ് ഈസ് കോൾഡ് ആസ് എ ഡെമോക്രാറ്റിക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു വാർഡിൽ ഒരു പോളിസി കൊണ്ടുവരുന്നതിന് മുന്നായിട്ട്, അല്ലെങ്കിൽ വാർഡിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ചേഞ്ച് കൊണ്ടുവരുന്നതിന് മുന്നായിട്ട് she's asking or taking the opinions from the other staff nurses as well. So that is what is called as democratic. So democratic ആണെങ്കിൽ we also feel valuable അല്ലേ, നമുക്കും വാല്യുബിൾ ആയിട്ടുള്ള നമ്മളെയും അവർ വാല്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാകുന്ന ഒന്നാണ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഇസ് laissez-faire. laissez-faire എന്ന് പറഞ്ഞാൽ ദ ലീഡർ ടോട്ടലി ട്രസ്റ്റ് ദെയർ എംപ്ലോയീസ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കഴിവിനെ ലീഡറിന് ഭയങ്കര എന്താ പറയുക, ഷീ ബിലീവ്സ് ഇൻ ദെയർ എബിലിറ്റീസ് അങ്ങനെ പറയാം നമുക്ക്. സോ ആ ഒരു ടീമിന് അതുകൊണ്ട് കംപ്ലീറ്റ് കാര്യങ്ങളും ടീമിനെ തന്നെ ഏൽപ്പിക്കുന്നു. സോ ദാറ്റ് ഷീ ബിലീവ്സ് ദാറ്റ് ദേ വിൽ ഡു ഇറ്റ്. സോ ആ ഒരു ബിലീഫിൽ അവരെ ആ കാര്യങ്ങൾ മൊത്തം ഏൽപ്പിക്കുന്ന, എംപ്ലോയീസിനെ മൊത്തം കാര്യങ്ങൾ മാനേജർ ഏൽപ്പിക്കുന്നതിനെയാണ് നമ്മൾ laissez-faire ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം ഒരു ലീഡർ കുറച്ച് ലേസി ആണ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അതിന് പിന്നിലെങ്കിലും ദ റിയൽ മീനിങ് ഈസ് ദിസ് വൺ, ദാറ്റ് ഷീ റിയലി ബിലീവ്സ് ഹർ എംപ്ലോയീസ്. സോ ആ ഒരു എംപ്ലോയീസിലുള്ള ബിലീഫ്സിൽ ഷീ കംപ്ലീറ്റ്ലി റിലൈ എവറിത്തിങ് ഓൺ ദെയർ എംപ്ലോയീസ്, അല്ലെങ്കിൽ മൊത്തം എംപ്ലോയീസിന് കൊടുത്തിട്ട് ഹോപ്പിംഗ് ദാറ്റ് ദേ വിൽ ബി ഡൂയിങ് എവറിത്തിങ് വെൽ ആൻഡ് ഗുഡ്. ഇനിയും ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്യൂറോക്രാറ്റിക് ലീഡർഷിപ്പ്. ബ്യൂറോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ദ ലീഡർ സ്ട്രിക്ട്ലി അഡ്ഹേഴ്സ് ടു ദ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ ആൻഡ് ഓൾസോ മേക്ക് ഷുവർ ദാറ്റ് ദ എംപ്ലോയീസ് ഓൾസോ ഫോളോസ് ഇറ്റ്. സോ അത് ഭയങ്കര പോളിസിയും പ്രൊസീജിയറും ആയിട്ട് പോകുന്ന ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് ബ്യൂറോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു നിങ്ങൾ ആ പേര് കൊണ്ട് തന്നെ മനസ്സിലാക്കല്ലേ, ബ്യൂറോക്രസി എന്നൊക്കെ പറയുന്നത്. സോ അത് ആ ഒരു അക്കോർഡിംഗ് ടു ദെയർ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, അതനുസരിച്ച് മാത്രമായിരിക്കണം സംഭവങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് എ ബ്യൂറോക്രാറ്റിക് ലീഡർഷിപ്പ്.
next topic is all about organizational structure. So എല്ലാ ഹോസ്പിറ്റൽസിലും ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ചില സമയങ്ങളിലൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ വി വിൽ ബി അവെയർ ഓഫ് വാട്ട് ഈസ് എൻ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ അല്ലേ. ഞാൻ ഉദ്ദേശിച്ചത് മേളിലിരിക്കുന്ന ആൾക്കാർ തൊട്ട് താഴോട്ടുള്ള ഓർഗനൈസേഷണൽ സ്ട്രക്ചർ അല്ല. ഇതിനകത്തെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ഡിവിഷണൽ, സെൻട്രലൈസ്ഡ്, ഫങ്ഷണൽ ആൻഡ് ഡീസെൻട്രലൈസ്ഡ്. The groups in the hospital which is used for their effective functioning അല്ലെങ്കിൽ which acts in their effective functioning of the hospital. So ഒരു ഹോസ്പിറ്റലിലെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്, അതായത് ഇപ്പോൾ അത് ഇൻഫെക്ഷൻ കൺട്രോൾ ആയിരിക്കാം, ക്വാളിറ്റി ആയിരിക്കാം, ഹ്യൂമൻ റിസോഴ്സ് ആയിരിക്കാം, അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കാം, ഹൗസ് കീപ്പിംഗ് ആയിരിക്കാം. സോ ഇതെല്ലാം തന്നെ കൂടി ചേർന്നിട്ടാണ് ആ ഒരു ഹോസ്പിറ്റലിൻ്റെ വെൽ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആസ് എ ഡിവിഷണൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഇനിയും സെൻട്രലൈസ്ഡ് എന്ന് വെച്ചാൽ നേഴ്സ് മാനേജർ ഡിസൈഡ്സ് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് ഷീസ് നോട്ട് ഇൻവോൾവിങ് ദ സ്റ്റാഫ് മെമ്പേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതായത് ഒരു നേഴ്സ് മാനേജർ സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, പക്ഷേ ഷീസ് നോട്ട് ഇൻവോൾവിങ് ദ സ്റ്റാഫ് മെമ്പേഴ്സിനെ ഡിസിഷൻ മേക്കിങ്ങിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നില്ല. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആസ് എ സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ്. ഈ ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ് എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മോസ്റ്റ് ഓഫ് ദ എക്സാംസിന് നിങ്ങൾക്ക് വരുന്ന ഒരു ക്വസ്റ്റിനകത്തു നിന്നുള്ളതാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈൽസ്, അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ്. ഇനിയും ഇതിനകത്ത് ഒരുപാട് ടോപ്പിക്സ് വേറെ കവറിംഗ് ഉണ്ട്. സോ ഡിവിഷണൽ, സെൻട്രലൈസ്ഡ് ആൻഡ് ഫങ്ഷണൽ. ഇനി നെക്സ്റ്റ് വൺ ഇസ് ഫങ്ഷണൽ. ഫങ്ഷണൽ എന്ന് വെച്ചാൽ ഇറ്റ് ഫോക്കസസ് ഓൺ സ്പെസിഫിക് സ്കിൽസ്. സോ സ്പെസിഫിക് സ്കിൽസ്, അതായത് OT നേഴ്സ്, ICU നേഴ്സ്, എമർജൻസി നേഴ്സ്. സോ സ്പെസിഫിക് സ്കിൽസിനെ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒന്നാണ് ഫങ്ഷണൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനിയും ഡീസെൻട്രലൈസ്ഡ്. അപ്പോൾ നമ്മൾ മുമ്പേ സെൻട്രലൈസ്ഡ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത്. സോ നേഴ്സ് മാനേജർ ഇൻവോൾവ്സ് ദ സ്റ്റാഫ് മെമ്പേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. സോ സ്റ്റാഫ് മെമ്പേഴ്സിനെയും കൂടെ ഡിസിഷൻ മേക്കിങ്ങിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറാണ് ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത്. ഇതിനകത്ത് മെയിനായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒന്നാണ് സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും. പക്ഷേ ഡിവിഷണലും ഫങ്ഷണലും ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് സ്റ്റിൽ ദ ക്വസ്റ്റ്യൻസ് ആർ മോർ കോൺസെൻട്രേറ്റഡ് ഓൺ സെൻട്രലൈസ്ഡ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ദ വേ ദ ക്വസ്റ്റ്യൻസ് ഇസ് ബീൻ ആസ്ക്ഡ്. അതൊരിക്കലും തെറ്റിക്കരുത് നിങ്ങൾ. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ചോദിക്കുന്നത് വാട്ട് കൈൻഡ് ഓഫ് എൻ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഇസ് ബീൻ യൂസ്ഡ് എന്നായിരിക്കാം നിങ്ങളുടെ ക്വസ്റ്റ്യൻ. സോ ഓർഗനൈസേഷണൽ സ്ട്രക്ചറിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൻ്റെ ആൻസർ ഒന്നെങ്കിൽ ഡിവിഷണൽ, അല്ലെങ്കിൽ ഫങ്ഷണൽ, അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ്, അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് എന്നുള്ള ഈ 4 എണ്ണത്തിൽ നിന്നായിരിക്കും അതിൻ്റെ ആൻസർ ഉണ്ടാവുന്നത്. പക്ഷേ അതേസമയം വിച്ച് ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈൽ ഈസ് യൂസ്ഡ് എന്ന് ചോദിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഓട്ടോക്രാറ്റിക്, ഡെമോക്രാറ്റിക്, ലേസി ഫെയർ, ബ്യൂറോക്രാറ്റിക് എന്ന ആ ഒരു ആൻസറിലേക്ക് നിങ്ങൾ വരുന്നത്. ഓക്കെ, സോ ഇത് പലപ്പോഴും മിക്കവാറും ഒക്കെ സ്റ്റുഡൻസിന് കൺഫ്യൂസിങ് ആയിട്ട് തോന്നാറുണ്ട്. സോ ഇതാണ് അതിൻ്റെ പിന്നിലെ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സോ വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ? എപ്പോഴും ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് വേണം നിങ്ങൾ എപ്പോഴും ആൻസർ ചെയ്യാനായിട്ട്. സോ യു ഹാവ് ടു കോൺസെൻട്രേറ്റ് ഓൺ വാട്ട് ദേ ആർ സേയിങ്. സോ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആണെങ്കിൽ ഇങ്ങനെ സെൻട്രലൈസ്ഡ്, ഡീസെൻട്രലൈസ്ഡ്, ഫങ്ഷണൽ, ഡിവിഷണൽ. പക്ഷേ അതേസമയം ലീഡർഷിപ്പ് സ്റ്റൈൽ ആണെങ്കിലാണ് ഓട്ടോക്രാറ്റിക്, ഡെമോക്രാറ്റിക്, ബ്യൂറോക്രാറ്റിക് എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ പോകുന്നത്. സോ ഇത് ഇത്രയും ഈ ഒരു ലീഡർഷിപ്പ് ഇൻ നഴ്സിങ്ങിനകത്തെ കുറച്ച് പോർഷൻസ് മാത്രമാണ്. ദർ ആർ ലോട്ട് മോർ ടു കവർ ഓൺ ദിസ്. സോ നമ്മുടെ അക്കാഡമിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് തിയറി PDF-ഉം ആസ് വെൽ ആസ് വീഡിയോ ക്ലാസ്സസ് ആർ പ്രൊവൈഡഡ്. So in that there is detailed information about the rest of the topics. So hope this was been much useful for all of you guys. So take care. Thank you.